നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കലകളിൽ വെച്ച് ഭാരതത്തെ ലോകഭൂപടത്തിലെത്തിച്ച കലയാണ് കഥകളി. അതിന്റെ ഈറ്റില്ലമാകട്ടെ കൊട്ടാരക്കരയും. ഇതിന് ബീജപാപം ചെയ്ത അനശ്വരനായ കൊട്ടാരക്കര തമ്പുരാന്റെ വീരധീര സ്മരണാർത്ഥ രൂപം കൊണ്ട് കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക കഥകളി കലാമണ്ഡലം ഇത്തവണ ഫെബ്രുവരി 10-11 തീയതികളിൽ അതിന്റെ 22ാം വാർഷികം കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് ആഘോഷിക്കപ്പെടുകയുണ്ടായി. സമാപന ദിവസമായ ഇന്നലെ ഈ വർഷത്തെ കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക കഥകളി പുരസ്കാരം ശ്രീ മാർഗി വേണു അവർക്ക് ചടങ്ങിൽ വെച്ച് നൽകുകയുണ്ടായി. കലോത്സവങ്ങളിൽ ഫസ്റ്റ് എ ഗ്രേഡ് വാങ്ങിയ കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു. സാംസ്കാരിക സമ്മേളന ഉദ്ഘാടനം കേരള ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ നിർവഹിക്കുകയും നൃത്തോത്സവ ഉദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷ് MP നിർവഹിക്കുകയും ചെയ്തു. അധ്യക്ഷ സ്ഥാനം P ഹരികുമാർ നിർവഹിച്ചു. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ 2002 ജനുവരിയിൽ പ്രശസ്തവും അതിപുരാതനവുമായ ഈ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ഈ സ്റ്റേജിൽ വെച്ചാണ് ഭദ്രദീപം കൊളുത്തി കൊട്ടാരക്കര തമ്പുരാന്റെ പേരിൽ കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക കഥകളി കലാമണ്ഡലം എന്ന ഒരു സാംസ്കാരിക സ്ഥാപനത്തിന് ബീജാവാപം ചെയ്തത്. ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരേ ഒരു കലയേ ഉള്ളൂ, അത് കഥകളിയാണ്. ആ കഥകളിക്ക് ജന്മം നൽകിയത് ബാലവീര കേരളവർമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന കൊട്ടാരക്കര തമ്പുരാനാണ്. അതിൻ്റെ സാഹചര്യത്തെക്കുറിച്ചൊന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല. അങ്ങനെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന കഥകളിയുടെ ആ വിശ്വോത്തര കലയുടെ ഉപജ്ഞാതാവായ കൊട്ടാരക്കര തമ്പുരാന്റെ നാമധേയത്തിൽ ഒരു സ്ഥാപനം വേണം എന്ന് ആദ്യം ചിന്തിച്ചത് ഈ സ്ഥാപനത്തിന്റെ ചെയർമാൻ സ്ഥാനം അലങ്കരിക്കുന്ന ആദരണീയനായ ശ്രീ P ഹരികുമാർ സാറും നല്ലൊരു കഥകളി ആസ്വാദകൻ കൂടിയായ ഈ സ്ഥാപനത്തിന്റെ സ്ഥാപക ചെയർമാനായിരുന്ന ശ്രീ തൊള്ളാർകുഴി P ശങ്കരൻ സാറും പ്രശസ്ത കഥകളി നടൻ ശ്രീ മയ്യനാട് കേശവ നമ്പൂതിരി അവരുകളാണ്. ഈ ത്രിമൂർത്തികളാണ് എന്ന് ഞാൻ പറയുകയാണ്. അവരാണ് ഇങ്ങനെയൊരു സ്ഥാപനം കൊട്ടാരക്കര തമ്പുരാന്റെ പേരിൽ ആരംഭിക്കണം എന്ന് ആലോചിച്ച് അതിനുവേണ്ടി ഒരു ആലോചന യോഗമൊക്കെ കൂടി ആമുഖമായിട്ട് ചെറിയൊരു കമ്മിറ്റി അങ്ങനെ ഈ ക്ഷേത്രത്തിൽ വെച്ച് 2002 ജനുവരിയിൽ രൂപം കൊണ്ടതാണ് കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക കഥകളി കലാമണ്ഡലം. തീർച്ചയായും 22 വർഷക്കാലത്തെ പ്രവർത്തന പാരമ്പര്യത്തോടുകൂടി തലയുയർത്തി നിൽക്കുന്ന കൊട്ടാരക്കരയിലെ ഏക സാംസ്കാരിക പ്രസ്ഥാനമാണ് കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക കഥകളി കലാമണ്ഡലം. കഥകളി കലാമണ്ഡലത്തിലൂടെ നിരവധിയായ പ്രതിഭകൾക്കാണ് കഥകളിയിലും അതുപോലെ മറ്റ് കലാരൂപങ്ങളിലും പരിശീലനം നൽകിയത്. അവരൊക്കെ തന്നെ സ്കൂൾ കലോത്സവത്തിലും അതുപോലെ തന്നെ കോളേജ് യുവനോത്സവത്തിലും മറ്റ് ഇതുപോലുള്ള മത്സരങ്ങളിലുമൊക്കെ തന്നെ അവർക്കതിൽ പങ്കെടുക്കുവാനും വിവിധങ്ങളായ അവാർഡുകൾ കരസ്ഥമാക്കുവാനും അവർക്ക് കഴിഞ്ഞത് ഈ കഥകളി കലാമണ്ഡലത്തിൽ നിന്ന് ലഭിച്ച പരിശീലനം തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക കഥകളി കലാമണ്ഡലത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഭാവിയിൽ ഇതൊരു പ്രധാനപ്പെട്ട ഒരു കഥകളി അക്കാദമിയായി വളരുക, ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള ആളുകൾ കഥകളിയെ സംബന്ധിച്ച് റിസർച്ച് നടത്താൻ, ഗവേഷണം നടത്താൻ, കഥകളി എന്ന കലാരൂപത്തിന്റെ ഉത്ഭവവും അതിന്റെ വളർച്ചയും അതിലടങ്ങിയിരിക്കുന്ന അതിൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെ അറിയാനും മനസ്സിലാക്കാനും ഈ നാട്ടിലേക്ക് വരിക, അങ്ങനെ ഭാവിയിൽ ഇതിനെ അന്തർദേശീയ തലത്തിൽ തന്നെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനമാക്കുക, ഭാവിയിൽ അന്തർദേശീയ തലത്തിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരാവുന്ന ഒരു കഥകളി കലാമണ്ഡലമാക്കണമെന്നുള്ള ബഹുമുഖമായ ലക്ഷ്യത്തോടു കൂടിയാണ് 22 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. മിടുക്കരായ പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾക്ക് ഈ കലാമണ്ഡലത്തിലൂടെ ലഭിച്ച പരിശീലനം അവരെ അറിയപ്പെടുന്ന കലാകാരന്മാരും കലാകാരികളുമാക്കി മാറ്റി എന്നതാണ് വസ്തുത. കഥകളി കലാമണ്ഡലം ഇതിന്റെ സ്ഥാപകരുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് കൊട്ടാരക്കരയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ല, ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പ്രശസ്തി ആർജിച്ച കഥകളി എന്ന കലാരൂപത്തിന് അന്തർദേശീയ തലത്തിലും തന്നെ ഈ കലാരൂപത്തിന് പ്രശസ്തി നൽകുന്ന, പ്രചരണം നൽകുന്ന ഒരു പ്രസ്ഥാനമായി വളരുക എന്നുള്ളതാണ്. അതിനെ ആ രീതിയിൽ ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ പല പ്രതികൂലമായ സാഹചര്യങ്ങൾ കൊണ്ട് ഈ പ്രസ്ഥാനം ആരംഭിച്ച് 22 വർഷം കഴിഞ്ഞിട്ടും നമുക്ക് വലിയ പുരോഗതി നേടാൻ കഴിഞ്ഞില്ല. ഇതിൻ്റെ സ്ഥാപകരും ഇതിന് നേതൃത്വം കൊടുക്കുന്നവരും ഈ കഥകളി എന്ന കലാരൂപത്തെ വിദേശ രാജ്യങ്ങളിലൊക്കെ എത്തിച്ച് അവിടെ നിന്ന് ഒരുപാട് ആളുകൾ ഈ കഥകളി എന്ന കലാരൂപത്തെ അറിയുവാനും പഠിക്കുവാനും ഗവേഷണം നടത്തുവാനും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്ന അതൊരു അക്കാഡമിയായി, അന്താരാഷ്ട്ര അക്കാഡമിയായി ഉയരുന്ന തലത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരാനും നമ്മൾ ശ്രമിച്ചതെങ്കിലും നമുക്കതിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതിൻ്റെ സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്, സ്ഥലപരിമിതിയുണ്ട്, സ്വന്തമായ സ്ഥലം കണ്ടെത്തി
ഇതിന് ആവശ്യമായ ഒരു ആസ്ഥാനം കണ്ടെത്താൻ കഴിയാത്ത പല പ്രതികൂല സാഹചര്യങ്ങളും ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഓരോ വാർഷിക ആഘോഷത്തിലും നമ്മൾ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, നമ്മൾ വിശദമായി ഇക്കാര്യങ്ങൾ അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടത്രയും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. നമ്മുടെ ചെയർമാൻ ഹരികുമാർ സാർ തീർച്ചയായും ഇതിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. കഥകളി കലാമണ്ഡലത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും അതിൻ്റെ പ്രശസ്തിക്കും വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഇതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും താൻ ആരംഭിച്ച, തൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഈ പ്രസ്ഥാനം നിന്നു പോകരുത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ പോലും അവഗണിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം ഇപ്പോഴും ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ഗവൺമെൻറ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സംഘടനയോ മുനിസിപ്പാലിറ്റിയോ ഏറ്റെടുത്താൽ ഇതിൻ്റെ പുരോഗതിക്ക് തടസ്സമാവില്ലേ എന്നൊരു ഭയം കൊണ്ടാണ് ഞങ്ങളൊന്ന് മടിച്ചത്. സർ, തീർച്ചയായും ഞങ്ങൾ സ്വന്തമായി സ്ഥലം കണ്ടെത്തും. ഇപ്പം കലാമണ്ഡലം പ്രവർത്തിക്കുന്ന സ്ഥലത്തോട് ചേർന്ന് കലാമണ്ഡലത്തിനൊരു സ്ഥലം ഉണ്ടാകും താമസിയാതെ. അതിന് സ്ഥാപക ചെയർമാനായ തൊള്ളാർകുഴി ശങ്കരൻ സാറിൻ്റെ പേരിൽ ഒരു തൊള്ളാർകുഴി ശങ്കരൻ സ്മാരക നഗറാക്കി കലാമണ്ഡലം അങ്ങോട്ട് മാറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് ഞാൻ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കൊട്ടാരക്കര തമ്പുരാൻ കഥകളി കലാമണ്ഡലം, അദ്ദേഹത്തിനെ സ്മരിക്കുന്ന ഈ കലാമണ്ഡല എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൽ പരിശീലനം നേടിയിട്ടുള്ള ധാരാളം കുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളും കൂടെയുണ്ട്. ഇവിടെ തന്നെ സ്റ്റേജിൽ ഇന്നലെ കഥകളി അവതരിപ്പിച്ച ഇവിടുത്തെ തന്നെ വിദ്യാർത്ഥിയെ പറ്റിയാണ് പറഞ്ഞത്. അദ്ദേഹം പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അടുത്തടുത്ത കോഴ്സായി അഭിജിത്ത്. 250ഓളം വിദ്യാർത്ഥികൾ, പലതരത്തിലുള്ള കോഴ്സുകൾ, അതിനകത്ത് സംഗീതവും നൃത്തവും കഥകളിയും എല്ലാം പരിശീലിക്കുന്ന കുട്ടികളെല്ലാം ഉണ്ട്. ചെണ്ട എല്ലാ മേളങ്ങളും എല്ലാം പഠിക്കുന്നവരുണ്ട്. അത് കൃത്യമായി നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. കാരണം ഇത് വളരെ ലാഭകരമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമല്ല. അങ്ങനത്തെ ഒരു ആളുകളല്ല വരിക. അങ്ങനൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. 22 വർഷമായി ഈ കാര്യങ്ങൾ നടക്കുന്നു. ഇതിനെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം ചേർന്നൊരു ടീമായിട്ട് നടക്കുന്നതുകൊണ്ടാണല്ലോ ഇതെല്ലാം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്. കഥകളിയും കൊട്ടാരക്കരയും തമ്മിലുള്ള ബന്ധം, കൊട്ടാരക്കരയുടെ സാംസ്കാരിക പാരമ്പര്യം ഒന്നും ഞാനിവിടെ വിശദീകരിക്കേണ്ടതില്ല. വളരെ പഴക്കമുള്ള സാംസ്കാരിക കേന്ദ്രങ്ങളിലൊന്നാണ് കൊട്ടാരക്കര. ഈ മഹാഗണപതി ക്ഷേത്രവും ഇവിടുത്തെ ഇത്തരം പഴയ, വളരെ പഴക്കമുള്ള സാംസ്കാരിക അനുഭവത്തിൻ്റെ, സാംസ്കാരിക ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകളൊക്കെ നമുക്ക് ഈ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ കൊട്ടാരക്കര തമ്പുരാൻ, അദ്ദേഹം ഇവിടെ താമസിച്ചിരുന്ന സ്ഥലം, അദ്ദേഹത്തിൻ്റെ അന്നത്തെ വലിയ പ്രവർത്തനം, അങ്ങനെയാണ് ഇവിടെ ചരിത്ര പുസ്തകങ്ങളിൽ കൃഷ്ണനാട്ടം കാണാൻ, കളിക്കാൻ ഇവിടേക്ക് വരാൻ പറഞ്ഞത്. അത്രയ്ക്കും വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള ധാരണ ഇവിടുത്തുകാർക്കില്ല എന്ന് പറഞ്ഞ ഒരു ചരിത്രമൊക്കെ കഥകളാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ അത്രയൊക്കെ മനസ്സിലാക്കാൻ കൊട്ടാരക്കരക്കാർക്കും ഈ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാമോ എന്ന് തോന്നിയതിനെ തുടർന്നാണ് ഇങ്ങനൊരു കലാരൂപം അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തത് എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചരിത്രമുണ്ട്. ഇത് അങ്ങനെയുള്ള കലാരൂപങ്ങൾ വന്നാൽ നന്നായി നടത്താൻ പറ്റുന്നൊരു മണ്ണായിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറെ കലാകാരന്മാർ, കഥകളിയും നാടകവും ഏറ്റവും ആധുനികമായ മറ്റ് കലാരൂപങ്ങൾ, സിനിമ വരെയുള്ള കലാരൂപങ്ങൾക്കെല്ലാം ഒരു കേന്ദ്രം തന്നെയാണ്. കൊട്ടാരക്കര ശ്രീധരൻ നായർ, ഭരത് മുരളി, ഏറ്റവും ഒടുവിലത്തെ തലമുറയിൽ ഞാൻ പറയും, ഇതെല്ലാം വന്നത് ഈ കലാപരമായ ഒരു വലിയ സംസ്കാരവും സാംസ്കാരിക പാരമ്പര്യവും ഉള്ളതുകൊണ്ടാണ്. പ്രഗത്ഭരായ ധാരാളം ആളുകളെ സൃഷ്ടിച്ച ഒരു സ്ഥലമാണ്. അതിനുള്ള മനസ്സും ഹൃദയവിശാലതയൊക്കെ വേണം. കലാകാരന്മാരാവണമെങ്കിൽ വെറുതെ പറ്റില്ല. കാരണം ഇതൊക്കെ സാംശീകരിക്കാനും അത് അവതരിപ്പിക്കാനും കഴിയണം. ഇപ്പം നൃത്തം അവതരിപ്പിക്കുന്ന കുട്ടികൾ തന്നെ എത്രയോ പഠിച്ചിട്ടാണ് കഥകളി ഇവിടെ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. എത്രയോ കാലം ഇതിനകത്ത് ഡിവോട്ട് ചെയ്ത്, ഇതിനകത്ത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും താദാമ്യം പ്രാപിച്ചിട്ടാണ്. അങ്ങനെയുള്ള മനസ്സുള്ള ആളുകൾ ഉള്ള, അവരെ പിന്തുണയ്ക്കുന്ന ആളുകളുള്ള ഒരു സ്ഥലത്താണ് കലാരൂപങ്ങളും കലാവേദികളും ഉയർന്നു വരിക.